നമസ്കാരം, ഫ്ലൈവീൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. സാധാരണ ആളുകൾ എത്തിപ്പെടാത്ത കാട് പോലുള്ള സ്ഥലത്താണ്. ഞാൻ മാത്രമല്ല, കുറച്ച് അധികം ആൾക്കാരുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്താൻ കാറിൽ വരുന്നാൽ എത്തില്ല എന്നുള്ള മനസ്സിലാക്കി. അതിന് നമുക്ക് പറ്റിയൊരു ബൈക്കായിട്ടൊന്ന് വന്നിട്ടുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ട്രയൽസിൽ 500 ആണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്, 350 ഉണ്ട്. സോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള റൈഡ് വന്നിരിക്കുന്നത് ഈ ഒരു പുതിയൊരു ട്രയൽ 500 ആണ്. സോ നമ്മൾ ഈ റൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ മറക്കാൻ ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്യാൻ മറന്നു. ഇവിടെ ചുറ്റുപാട് ഒരുപാട് ട്രയൽ ചെയ്ത് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈനിലേക്ക് പോവാം. നമുക്ക് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് നോക്കാം. ഈ വന്നിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ വളരെ സുപരിചിതമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമുക്ക് ഫ്രണ്ട് ഒന്ന് കാണാൻ പറ്റുന്നത്. ക്ലാസിക്കലും സ്റ്റാൻഡേർഡിലെല്ലാം കണ്ടുവന്നിട്ടുള്ള ഫ്രണ്ട് പോർഷൻ റോയൽ എൻഫീൽഡിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കൽ വന്നിരിക്കുന്ന ടാങ്ക് വന്നിട്ടുണ്ട്, ആ ഒരു മെറ്റൽ ഫിനിഷും അതുപോലെ തന്നെ എഞ്ചിനെല്ലാം കാണാവുന്ന രീതിയിലുള്ള. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എല്ലാ ചേഞ്ചസ് വരുന്നത്. അതിൻ്റെ മുമ്പ് ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്ന ഫ്രണ്ടിൽ മഡ്ഗാർഡിനാണ്. മഡ്ഗാർഡ് പ്ലേറ്റഡ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് സ്റ്റെബിലിറ്റി കിട്ടാവുന്ന രീതിയിൽ 2 സപ്പോർട്ട് ബാർ പുറത്തു കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു ഷാസിക്ക് കൊടുത്തൊരു കളറാണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഗ്രീൻ ആണെങ്കിൽ 350 വന്നിരിക്കുന്ന കുറച്ചുകൂടി ഒരു ഓറഞ്ച് റെഡാണ്. പേഴ്സണലി എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. സൈലൻസറിലുള്ള കാര്യമായൊരു മാറ്റമുള്ളത്, സൈലൻസർ ഫ്രണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞാൽ റേസ് ചെയ്തിട്ടാണ് മഫ്ലർ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സ്ക്രാംബ്ലേഴ്സിലെല്ലാം നമുക്ക് ഒരു ഓഫ് റോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അപ്രോച്ച് ആംഗിളെല്ലാം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേസ് ചെയ്യുന്നത്. ചില മോഡലിൽ പണ്ടെല്ലാം ഈ ട്രയൽസിൽ വന്ന സെൻറ്ററിലൂടെ ആണെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ ഒരു കൺവീനിയൻറ്റ് വൈസ് താഴത്ത് വന്നിട്ട് പുറത്ത് റേസ് ചെയ്യുന്നത് കിട്ടുന്നത്. സിംഗിൾ സീറ്ററാണ്, ബാക്കിലൊരു കാരിയർ വന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടൊരു ഹിമാലയൻ്റെ ടച്ച് ഉണ്ട്. ഈ ഒരു മഡ്ഗാർഡും അതെല്ലാം ഹിമാലയൻ്റെ ഫീലുള്ള ടെയിൽ ലൈറ്റ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഹിമാലയയിൽ വന്നിട്ടുള്ള തരത്തിലല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരിയർ ഉണ്ട്. ഇതാണ് ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. ഡിസൈനിൽ കാര്യമായി വേറെ മാറ്റില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു 48 എന്നുള്ള റോയൽ എൻഫീൽഡ് റേസിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷനിൽ. അതല്ലാതെ വേറെ കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ലുക്ക് ഗുഡ്, ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ്. സാധാരണ ഒരു എൻഫീൽഡ് ലവേഴ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ട്രയൽസിൽ വേണ്ടിയിട്ട്. ട്രയൽസിൻ്റെ റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഈ ഒരു ബൈക്ക് മീൻ ചെയ്തിട്ടുള്ള കൂടുതലൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു എക്സ്പെഡീഷൻ ബൈക്ക് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഓൺ റോഡ് പെർഫോമൻസിനേക്കാളും ഒരു ഓഫ് റോഡ് പെർഫോമൻസിനാണ് കൂടുതലൊരു ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടെ ഇന്നത്തെ റിവ്യൂവിൽ. പക്ഷേ ഓൺ റോഡ് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യമായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന റിഫൈൻമെൻ്റ് ആണ്. വൈബ്രേഷനിൽ നല്ലൊരു കുറവ് തോന്നി. പിന്നെ ഓൺ റോഡ് സ്റ്റെബിലിറ്റിയും റൈഡ് കംഫർട്ടെല്ലാം നല്ലോണം കിട്ടുന്ന രീതിയിലാണ്. പക്ഷേ ഓഫ് റോഡിലേക്ക് എത്തുമ്പോഴാണ് കുറേക്കൂടും ഇതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാക്കി വരുന്നത്. അത്തരത്തിലുള്ള കുറേ ട്രയൽസ് തന്നെയായിരുന്നു നമുക്ക് ഇന്നത്തെ റൈഡിലുണ്ടായിരുന്നത്. നമ്മുടെ ഒരു 4-5 സ്റ്റേജസ് ആയിട്ട് എൻഫീൽഡിൻ്റെ ടീമുകൾ നമുക്ക് ഓരോ സ്റ്റേജസ് ഫിക്സ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ചെറിയൊരു കോമ്പറ്റീഷൻ പോലെ കാല് കുത്താതെയും അതിനെല്ലാം മൈനസ് പോയിന്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ട്രയൽസ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ 2-3 തരത്തിൽ നമുക്ക് ശരിക്കും ഇതിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു സാധാരണ ക്ലാസിക്കിന്. ഒന്ന് കുറേ കൂടി ഹാൻഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് 350 ആണ്, കുറേ കൂടി ഹാൻഡി ആയിരിക്കും. പക്ഷേ 350 ലൈറ്ററും ആയിരിക്കും. നമുക്ക് റൈഡിന് 500 വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 500 ചെറിയൊരു വെയിറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് വല്ലാണ്ട് അറിയുന്ന രീതിയിലൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി മെനൂവറബിളായി തോന്നി, സീറ്റിംഗ് പൊസിഷൻ കുറച്ചുകൂടി നന്നായി തോന്നി. അതിനേക്കാളേറെ സാധാരണ വരാറുള്ള ഒരു പോയിന്റ് നമ്മൾ മഫ്ലറിൻ്റെ എൻഡ് തട്ടുന്നത് ഈ ഒരു റേസിൽ നിൽക്കുന്നുണ്ട്, അത് വന്നിട്ടില്ല. പിന്നെ കുറേ കൂടി ത്രോട്ടിൽ റെസ്പോൺസ് എല്ലാം നല്ല ഇതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ഒരു കയറ്റവും എല്ലാം തന്നെ എടുത്ത് പോകാൻ പറ്റുന്നു. കുറച്ച് ടഫായിട്ടുള്ള ട്രയൽസ് ആയിരുന്നു. കുറേ ആളുകൾ സ്റ്റക്ക് ആവുന്നു, ചില ആളുകൾ വീഴുന്നുണ്ട്, ചിലർ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒറ്റയടിക്ക് തന്നെ കയറ്റി പോകുന്നുണ്ട്. എങ്കിലും വളരെ മോശമില്ലാത്തൊരു പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതിൽ ഐ എം ഹാപ്പി. ഇതിൽ 1-2 ഡ്രോബാക്സ് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ നമ്മൾ ഹിമാലയൻ റൈഡ് ചെയ്ത് ഇത്തരത്തിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുറേ കൂടി ഈസി ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളത് ചിലപ്പോൾ നമ്മൾ ഈ ഫുട് റെസ്റ്റിനെല്ലാം തട്ടുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു ചില കല്ലുകളുടെ അടുത്ത്. അത് മാത്രം ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കൂടി റെസ്പോൺസ് ബെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രയൽ ചെയ്ത് പോകുമ്പം കുറേ കൂടി അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. കാര്യമായൊരു വേറെ ഡ്രോബാക്സ് ഒന്നും പറയാനില്ല. സാധാരണ ഈ ഒരു എൻഫീൽഡ് ലവേഴ്സ്, എൻഫീൽഡ് യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ദിൽ ബി മോർ ഫ്ലോലെസ് ബൈക്ക്. കാരണം
എൻഫീൽഡിൻ്റെ ഒരു നേച്ചർ ഉണ്ട്, അതിന് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ട്രെയിൽസ് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ എല്ലാ തരത്തിലുള്ള ബൈക്സ് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിൻറ്റ്സ് കാട്ടാനുണ്ടാവും. എനിക്ക് തോന്നിയില്ല കുറച്ചുകൂടി ഒരു കളർ ഓപ്ഷൻസ് ഈ ഷേസിക്ക് കൊടുക്കായിരുന്നെങ്കിൽ 500 ആണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ റെഡ് കിട്ടാനുള്ള ഓപ്ഷൻ നല്ലതായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ഗ്രീനാണ് വന്നിരിക്കുന്നത്. അവർ 350 റൈഡ് ചെയ്യണമെന്നുണ്ട്. 350ലാണ് കുറേ കൂടെ എനിക്ക് തോന്നുന്നു ലൈറ്റർ ആവുന്നതുകൊണ്ടുള്ള റെസ്പോൺസ് കിട്ടും. പവറിൽ വലിയ ഡിഫറൻസ് ഈ ഒരു ട്രയലിന് എക്സ്പീരിയൻസ് ചെയ്യാനില്ല. സോ കുറേ കൂടെ ഒരു വാല്യൂ ഫോർ മണി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 350 പിക്ക് ചെയ്യുന്നതൊക്കെ നല്ലത്. സോ ഫ്ലൈവീലിൻ്റെ ഇന്നത്തെ ഈ റിവ്യൂ നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ബൈക്കുകളെല്ലാം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഈ ഒരു ബൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ഒരു ബൈക്കിൻ്റെ വില വന്നിരിക്കുന്നത് 350ക്ക് 1.62 lakhs ആണ് ഓൾ ഇന്ത്യ പ്രൈസെങ്കിൽ, 500ന് വന്നിരിക്കുന്നത് 2.07 lakhs ആണ്. അപ്പം ഈ ഒരു പ്രൈസിൽ നിങ്ങൾ ഈ ബൈക്ക് നിങ്ങൾ പിക്ക് ചെയ്യുമോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ബൈക്കാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അതോ പക്ക ട്യൂറർ ആയിട്ടുള്ള ബൈക്കാണോ ഇഷ്ടം, അതോ ക്ലാസിക്കിനെ പോലത്തെ ക്രൂസറാണോ, അതും അറിയിക്കും. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നെങ്കിൽ ടു സബ്സ്ക്രൈബ് പ്ലീസ്.